കുറച്ച് കുടിവെള്ളത്തിന് വേണ്ടി ഇതിനു മുമ്പ് ഇത്രയും ഞാൻ പാടുപെട്ടില്ല. കാരണം കളി കാണാൻ പോയി, ഇന്ത്യ വെസ്റ്റ് ന്യൂസിലാൻഡ് കാര്യവട്ടത്ത് ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ കളി കാണാൻ പോയി. എന്ത് ദയനീയമായിരുന്നു അവിടുത്തെ അവസ്ഥ. ഇത്രയും വലിയ ഇൻ്റർനാഷണൽ സ്റ്റേഡിയം, പക്ഷേ ഒരു തുള്ളി കുടിവെള്ളം കിട്ടണമെങ്കിൽ 10-50,000 ആൾക്കാരുണ്ട്. അതിന് കുടിവെള്ളം മെയിൻ പറയട്ടെ ഫ്രണ്ട്സ്, ഇവിടെ മറ്റേ ക്യാബിൻ പോലെ സംഭവമുണ്ട്, സ്റ്റോറുണ്ട്. അവിടെ പച്ചവെള്ളം കിട്ടത്തില്ല, വെള്ളമില്ല. അവിടെ ഉള്ളത് മറ്റേ മിറണ്ട, സോഡ, അങ്ങനത്തെ ഐറ്റംസാണ്. ഇതിൽ മെയിൻ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുപ്പിയൊക്കെ നമ്മൾ കുറേ ടീംസായിട്ടല്ല, അപ്പോൾ നമുക്ക് കുടിക്കണമെങ്കിൽ ഒരു കുപ്പിയെങ്കിലും വേണ്ടേ. ഒരു കുപ്പിയൊക്കെ 100 രൂപ 50 രൂപ പോട്ടെ. ഇതിൽ ഒരു ഗ്ലാസ് ഇല്ലേ, മറ്റേ 7up മിറണ്ട, ആ ഒരു ഗ്ലാസ്സിന് 50 രൂപ. അതെന്തോ വയറ് നിറയാനാണ്. വെള്ളം ചോദിച്ചപ്പോൾ വെള്ളമില്ല. പിന്നെ മെയിൻ സംഭവം, ഇതിനകത്തോട്ട് പ്ലാസ്റ്റിക് കുപ്പി ഒന്നും കയറ്റത്തില്ല, ബാഗ് ഉൾപ്പെടെ ഒന്നും കയറ്റത്തില്ല. ഞാൻ ഫസ്റ്റ് ടൈമാണ് തിരുവനന്തപുരത്ത് പോകുന്നത്. ഓക്കെ, സമ്മതിച്ചു. അപ്പോൾ ഈ നമ്മൾ ഈ ഗ്ലാസും കുപ്പിയും ഒന്നും കയറ്റാത്ത സ്ഥിതിക്ക് നമ്മൾ എങ്ങനെ ഈ വെള്ളം, അവിടെ ടാപ്പുണ്ട്, ഒരു 2 ടാപ്പുണ്ട്, അതിൽ പ്രോപ്പറായിട്ട് വെള്ളവും വരുന്നില്ല. അതിൽ തന്നെ ക്യൂ ആണ്. 19,000 പേര് കൂടുന്ന സ്റ്റേഡിയമാണ്. എന്ത് ദയനീയ അവസ്ഥയാണ് കേരളത്തിലെ ഈ ഒരു. ബാക്കി സ്റ്റേഡിയമൊക്കെ അടിപൊളിയാണ്, ഇൻ്റർനാഷണൽ സെറ്റപ്പാണ്. പക്ഷേ ഒരു ഫെസിലിറ്റി, അതായത് ബാത്റൂം ഫെസിലിറ്റി ആയാലും ഈ ഒരു കുടിവെള്ളം, മെയിൻ കുടിവെള്ളം കുടിക്കാനുള്ള ദയനീയ അവസ്ഥ. ഓരോരുത്തരൊക്കെ ഇങ്ങനെ ദാഹിച്ച് ഇടിച്ച് തള്ളു കയറുമോ. ഞങ്ങൾ ചെന്നപ്പം ദയനീയ അവസ്ഥയായിരുന്നു. ഇത് അധികൃതരെങ്കിലും കുറച്ച് പേരെങ്കിലും കാണുവാണെങ്കിൽ ഇതൊന്ന് പ്രതികരിച്ചില്ല, ഇതെങ്ങനെ മാറും. ഇത്രയും വലിയ നമ്മൾ എൻട്രി ഫീസ് കൊടുത്തൊക്കെയാണ് കയറുന്നത്. എന്നിട്ട് മെയിൻ സിമ്പിൾ ഫെസിലിറ്റി പോലും ഇല്ലെന്ന് പറഞ്ഞാൽ ഭയങ്കര ധൈര്യമാണ്. വെള്ളത്തിന് വേണ്ടി കുറേ പാടുപെട്ട് ക്യൂ നിന്ന് ഒരു വിധത്തിലാണ്. പിന്നെ കുപ്പി, എൻ്റെ കൂടെ വന്നവന് അവസാനം ദാഹിച്ചൊരു പരിപാടിയായപ്പോഴത്തേനും അവിടെ സ്റ്റോറില്ല, മറ്റേ കട, അവിടെ പോയി ഇച്ചിരി ദേഷ്യപ്പെട്ടു. നിങ്ങൾ കുപ്പിയും കയറ്റത്തെ, പിന്നെ കുപ്പി ഞങ്ങൾ എവിടെ നിന്ന് കൊണ്ടുവരുന്നു ചോദിച്ചു. അപ്പോൾ അവിടെ നിന്ന് തന്നെ അവരെങ്ങനെ നിറച്ചില്ല കൊടുക്കുന്നത്, അതിൻ്റെ കാൽക്കുപ്പി. അവർക്ക് തന്നെ മനസ്സിലായി, സ്റ്റാഫിനെ മനസ്സിലായി, അവർ കുപ്പി തന്നു. ആ കുപ്പി കൊണ്ടാണ് വെള്ളം കുടിച്ചൊരു ദാഹം മാറ്റിയത്. ഭയങ്കര ദയനീയ അവസ്ഥയായിരുന്നു. കളിയും മാച്ചൊക്കെ അടിപൊളി. പിന്നെ സ്റ്റേഡിയത്തിൽ ഞങ്ങളിരുന്ന പോർഷനിൽ മറ്റേ സ്ക്രീനില്ലേ, ഉപ്രിക്ക വരും. നമ്മുടെ വീട്ടിൽ എൻ്റെ TV ഇല്ലേ, ആ ടി വിക്ക് അതിനെക്കാട്ടി സൈസുണ്ട്. ഒരു ഉപ്രിക്ക ചെറിയ സാധനമായിരുന്നു. അവിടെ ഒരു ബിഗ് സ്ക്രീൻ വെക്കണം, ഇപ്പറേ ബിഗ് സ്ക്രീൻ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഫോണിൽ ഹോട്ട്സ്റ്റാർ എടുത്ത് കളി കാണുമായിരുന്നു. ലൈവായിട്ട് കണ്ടിരിക്കുന്നത് ഞങ്ങൾ ഹോട്ട്സ്റ്റാറിൽ കാണാം, കാരണം സ്കോർ അറിയാൻ വേണ്ടി. ഒന്നും കാണാൻ പറ്റത്തില്ല, അതും ദയനീയ അവസ്ഥയാണ്. ഇതിങ്ങനെ ചെയ്യാൻ കാര്യം, നമ്മുടെ ഒരു ദയനീയ അവസ്ഥ കുറച്ച് ഇങ്ങനെയെങ്കിലും അത് മാറട്ടെ. കാരണം ഈ കേരളത്തിലെ ഒരു നല്ല സ്റ്റേഡിയത്തിന് ഈ ഒരു കാര്യത്തിൽ ഭയങ്കര ദയനീയമാണ്. കൂടുതൽ വഴി സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.